ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഞാൻ രാവിലെ നമ്മളെ മുറ്റത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ആകെ പുല്ലും കാടൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ കുറേയൊക്കെ ശരിയാക്കി തുടങ്ങിയിരിക്കണ്. അപ്പോൾ അതാ നമ്മളെ വെണ്ട ഉണ്ടായിരിക്കണം കേട്ടോ, 2-3 ഇത് നമ്മളിവിടെ കുറച്ച് തൈകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ മജ്‌ലിസുന്നൂർ നടത്തിയ സമയത്ത് കുറേ ചവിട്ടിയിട്ട് പോയിന് കേട്ടോ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ നീച്ചുണ്ടായിക്കാണ്ട് ഇപ്പോൾ 1-2 വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരിക്കണം. നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ എന്തായാലും. അപ്പോൾ അതാ നമ്മൾ ജനൽ തുറന്ന് നോക്കുമ്പോൾ നല്ല മഞ്ഞാട്ടോ, രാവിലെ നല്ല മഞ്ഞേക്കാരം ഇവിടെ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ ഇല്ല. പിന്നെ അക്കീകൊക്കെ ഞാൻ ചോറ് വെള്ളിയാഴ്ച അങ്ങനെ കൊണ്ടുവരില്ല കേട്ടോ. ജുമയ്ക്ക് വരുമ്പോൾ ഓല് അങ്ങനെ തിന്നാൻ വരലാണ്, അല്ലെങ്കിൽ തറവാട്ടിൽ നിന്ന് ചോറ് തിന്നലൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ കടി. പക്ഷേ ഫസ്റ്റത്തെ കുറ്റിയിട്ട് എത്ര കുത്തിയിട്ടും പുറത്തേക്കൊന്നും വരുന്നില്ല കേട്ടോ. അതിൽ വേവാത്തോണ്ടാ എന്താ അറിയില്ല, ഇനി വെള്ളം എറിയതുകൊണ്ടാന്നും അറിയില്ല. പിന്നെ ഞാൻ അടുപ്പത്തന്നെ ഒന്നും കൂടി വെച്ച് വേവിച്ചപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പം ഞാൻ ആ കവർമ്മ ഉണ്ടായിന് അതേപോലെ തന്നെയാണ് അത് കുഴച്ചെടുത്തതൊക്കെ. ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാക്കിയാണ്ട് തന്നെ അങ്ങനെ കുഴച്ചെടുത്തു. സാധാരണ ശരിയാലുണ്ട്, ഇതെന്തേന്നാവട്ടോ. പിന്നെ കുറച്ചും കൂടി നേരം വേവിച്ചപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ വെന്ത് കിട്ടി. എന്നും അപ്പാകണ്ടല്ലോ, അപ്പം ഇന്ന് പുട്ടാക്കിയത്. പിന്നെ മാത്രമല്ല തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ, തേങ്ങ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഇതിക്ക് കറി ഗ്രീൻ പീസ് ആട്ടോ. ഇതിനും തന്നെ തേങ്ങയൊന്നുമില്ല. ഞാൻ ഒരു ചെറിയ ഉള്ളിയും ഒരു തക്കാളിയും അതിക്ക് ഇട്ടുങ്ങാണ്ട് ഇത്തിരി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടാണ് വേവിച്ചതാട്ടോ. പിന്നെ അതിക്ക് ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് അങ്ങനെ തൂമിച്ചും ചെയ്തു. പിന്നെ കരിയേപ്പിൻ്റെ ഇലയും തന്നെ ഇല്ലാത്തതുകൊണ്ട് അതും ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ പുട്ടുക്ക് കറി ഇല്ലെങ്കിൽ ഇവിടെ തീരെ ആരും തിന്നൂല. കറി ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ അങ്ങനെ തിന്നോളും. പിന്നെ പഞ്ചസാര ഇട്ട് തിന്നുക അതൊന്നും ഇവിടെ എല്ലാവർക്കും നിച്ചല്ല കേട്ടോ. ഞാനും തിന്നൂല. അല്ലെങ്കിൽ പഴം പപ്പടം കൂട്ടി അങ്ങനത്തെ ഒന്നും നമുക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ തിന്നലുമില്ല കേട്ടോ. കറി ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ അങ്ങനെ തിന്നും. അപ്പം നമ്മളതാ ഒരു പുട്ട് ഇവിടെ അയക്കണം കേട്ടോ. അത് പിന്നെ അങ്ങോട്ട് കിട്ടി. രണ്ടാമത്തെ അവിടെ തീ വെച്ചിക്കണ്. ഇതിൽ പിന്നെ നോക്കുമ്പോൾ കുറച്ച് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിങ്ങാണ്ട് ആവി വരുന്നില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പാത്രത്തിൽ വെള്ളം വറ്റിയിരിക്കുകയാണ്. എന്താ അറിയില്ല ഇങ്ങനെ ഒരു ദിവസം. അപ്പോൾ ഏതായാലും നമ്മളെ രണ്ടാമത്തെ കുറ്റി പുട്ട് വയ്ക്കും കേട്ടോ. 3 കുറ്റി പുട്ടാട്ടോ നമ്മൾ ചുട്ടത്. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടാവും. ഇനിയിപ്പോൾ സ്കൂളിൽ വന്നിട്ട് മോൾട്ടിക്കൊക്കെ തിന്നണമെങ്കിൽ തിന്നും ചെയ്യാലോ കരുതിയാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ ഇനി മുറ്റടിച്ചു വരികയാണ്. പിന്നെ ഇനി കുറച്ച് മുറ്റത്ത് പണിയുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഈ ഒരു സൈഡ് ചെത്തിക്കോരീന് കേട്ടോ. ഈ ഒരു ഷീറ്റ് ഇട്ടിൻ്റെ അപ്പുറത്തെ സൈഡ് കുറച്ചിങ്ങനെ, പക്ഷേ വാരിയിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി രാവിലെ പിന്നെ വാരിയിട്ടതൊക്കെ. അപ്പം ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. പിന്നെ നമ്മളെ മുത്തുമണിയാൾ എന്താ പറയുക 2-3 ദിവസമായിട്ട് ചോദിച്ചല്ലേ നമ്മളെ ചാനലിന് എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, നമ്മളെ പഴയ ചാനലിന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ആ ചാനലിന് എന്ത് പറ്റിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടത് കേട്ടോ. പക്ഷെ പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ തന്നെ കേൾക്കാതെയാണ് അപ്ലോഡ് ആക്കിയത്. പിന്നെ ഞാനങ്ങനെ കേട്ട് നോക്കിയപ്പോഴാണ് ഇതിലിപ്പോൾ ഞാൻ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ തന്നെ ആലോചിച്ചത് കേട്ടോ. കാരണം ഓരോരുത്തരും ഇങ്ങനെ പിന്നെ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ ചാനലിന് പറ്റിയത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ പോകുമല്ലോ, പിന്നെ പറഞ്ഞിമൊക്കെ ഒത്തുമില്ല പറഞ്ഞ മാതിരി അങ്ങനെ ഒരു സംഭവിച്ചു കേട്ടോ. അപ്പോൾ ചാനലിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു കൂട്ടുകാരത്തി നമ്മളൊരു ഫ്രണ്ട് എന്താ പറയുക നമ്മളൊരു സബ്സ്ക്രൈബർ ഇതിക്ക് കമൻറ്റ് ഇട്ടിക്കണ്, നമ്മളെ ചാനൽ എന്താ പൊയ്ക്കാണോ എന്താ വല്ലാത്ത കഷ്ണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ. അപ്പോൾ അത് നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയാലും യൂട്യൂബ് അക്കൗണ്ട് ആയാലും ഹാക്ക് ചെയ്ത് പോലുണ്ട് കേട്ടോ. മറ്റുള്ളവർ ഹാക്ക് ചെയ്ത് കണ്ട് എടുക്കുകയൊക്കെ ചെയ്യും, നല്ല സബ്ബില്ലതും വരുമാനമുള്ള ചാനലും അങ്ങനെയൊക്കെ. പക്ഷേ നമ്മളെ ചാനൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തതാണ്. അതല്ലാതെ നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടു പോയതൊന്നല്ല കേട്ടോ. ഞാനത് ഇങ്ങടുത്ത് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് പറയാൻ വിട്ടു പോയതാണ് കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തതാണ്, അതുകൊണ്ടാണ് പിന്നെ അതിൽ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പ്രൊഫൈൽ പിക്ചറും നമ്മളെ കുറേ പഴയ വീഡിയോസൊക്കെ അതിലുണ്ട്. അപ്പം ഇനി ഒരു കുറേശ്ശെ ആയിട്ട് അത് ഡിലീറ്റ് ചെയ്യും, അങ്ങനെ ഇട്ടുണ്ടാവുക. പിന്നെ എന്താ പറയുക, അങ്ങനെയാണ് ആ ഒരു ചാനലിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പുതിയ ചാനൽ തുടങ്ങണില്ല എന്നൊക്കെ വിചാരിച്ചതേനു കേട്ടോ. പിന്നെയും കൂട്ടുകാർ ഇങ്ങനെ വന്നുകൊണ്ട് നമ്മളെ വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ട് കണ്ടപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ കാണാൻ കൂടൂലേ, നിങ്ങളെ വീഡിയോസ് കാണാൻ കൂടൂലേ, വല്ലാതെ മിസ് ചെയ്യും, കാണാൻ പൂതിണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചാനൽ തുടങ്ങി നോക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യത്തെ പോലെ ക്ലിക്കാവോ അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. കാരണം ക്ലിക്കായില്ലെങ്കിൽ നമ്മൾ കുറേ ദിവസം വീഡിയോ ഇട്ടിങ്ങനെ നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ എന്തിപ്പോൾ വീഡിയോ എടുക്കുക നമ്മൾ പെരീത്തതാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന പണി നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 15 മിനിറ്റും 20 മിനിറ്റൊക്കെ ആകും. അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറും കോഴി ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മൾ പെരിയിൽ എന്താ ഉള്ളത് വെച്ചാൽ അതായിട്ടാണ് ഉണ്ടാക്കും. അധികം ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക. എന്നാലും ചിലപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനം വാങ്ങും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ഇട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബർ കയറിയില്ല, അല്ലെങ്കിൽ അത് വ്യൂസ് ഇല്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാൻ ചെയ്യണില്ല എന്ന് വിചാരിച്ചത് അതാണ് കേട്ടോ.
അപ്പോൾ നമ്മളൊരു ചാനൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് പുതിയ ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബർ ആവണം. പിന്നെ വാച്ച് അവർ 4000 മണിക്കൂർ ആവണം കേട്ടോ. വാച്ച് അവർ പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ അത് 10 ആൾ കണ്ടാലാണ് 100 മണിക്കൂർ അല്ലേ, അല്ല 60 ആൾ കണ്ടാലാണ് 1 മണിക്കൂറാകുക, അങ്ങനെ കേട്ടോ. അപ്പോൾ അതേപോലെ 4000 മണിക്കൂർ ആയിടണം. നമ്മൾ 5 മിനിറ്റോ 10 മിനിറ്റോനൊക്കെ വീഡിയോ ഇട്ടിട്ട് 4000 മണിക്കൂർ ആൾക്കാർ കണ്ടാലേ നമ്മളെ ചാനൽ മോണിറ്റൈസേഷന് ആക്റ്റീവ് ആവുള്ളൂ. അതിന് ശേഷം നമുക്ക് വരുമാനം വന്ന് തുടങ്ങുള്ളൂ കേട്ടോ. ഇപ്പം നിലവിലുള്ള നമ്മളെ ചാനൽ വരുമാനമൊന്നും ഉണ്ടാവില്ല. നമുക്ക് 1000 സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 4000 ഇതും ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാനേ മുറ്റൊക്കെ അടിച്ചോരി തിരുമ്പിയതൊക്കെ തോരിട്ടു. ഇനി മോൾട്ടിനെ സ്കൂളിൽ കൊണ്ടേക്കാണ്, വെള്ളിയാഴ്ചയാണ്, നേരത്തെ ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പോൾ ജീനു ഇനി ഇവിടുന്ന് കളിയാക്കാട്ട് ഞാൻ മാക്സ് ഇട്ട് പോണത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ മുറ്റത്ത് ഇങ്ങനെ പുല്ലറച്ച ചെത്തിക്കോരാക്കെ പണിയാട്ടോ ആ ബാക്ക് സൈഡിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്കൂൾക്ക് പോകണമല്ലോ എഴുതിയാണ്ട് വേഗം വന്നുകാണ്ട്. പിന്നെ ഓളോ സ്കൂൾക്ക് പോകണത്ത് അങ്ങനെ ആൾക്കാർ കാണും ഇതൊന്നുമില്ല, കാരണം അവിടെ പെരാളോ ഒന്നുമില്ലല്ലോ. ചെറിയ പീടിയുണ്ട്, അതിൽ രാവിലെ ഒന്നും അങ്ങനെ ആളുണ്ടാവില്ല കേട്ടോ. അസർക്ക് വൈകുന്നേരം ആകുമ്പോഴൊക്കെ ആൾക്കാരുണ്ടാവും എന്നല്ലാതെ. പിന്നെ വണ്ടിമേലെ വേഗം പോയി ചുമ്മാറണ പോരല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ പോകരുത് കേട്ടോ. ഇവിടെ തന്നെയാണ് സ്കൂള്. അപ്പോൾ ഓളാക്കിയാണ്ട് വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണി എടുക്കാൻ. പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം, കാരണം അക്കിങ്ക ചോറിന് വരുമല്ലോ. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇറച്ചിയും ഒക്കെ ആക്കാറല്ലേ, നമുക്ക് ഇറച്ചിയൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ജിനുവിന് തിന്നാൻ പറ്റൂലല്ലോ ഇറച്ചിയും കോഴിയൊന്നും. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ടില്ല. അക്കിങ്ക എന്നാലും മീൻ കൊടു നിൽക്കണം കേട്ടോ, അത് ഫ്രിഡ്ജിലുണ്ട്. ഇനിയിപ്പോൾ അതെടുക്കണം. പിന്നെ ചോറ് ഞാൻ എന്താ പറയുക ഗ്യാസമ്മ വെച്ചിക്കണം കേട്ടോ, അത് റൈസ് കുക്കറിൽ വെച്ചിക്കണ്. അപ്പോൾ അത് വേഗാതെ ഞാൻ പുറത്തേക്ക് പണിക്ക് പോയാൽ അത് വെന്തിങ്ങാണ്ട് പളീസാവും, കാരണം നമ്മളെ റേഷൻ പിടി തരിയല്ലേ. അപ്പോൾ അത് വെന്തിട്ടാണ് പോകരുത്. അപ്പോഴത്തേനും അത് വേഗോളം നമുക്ക് ഔത്തത്തെ കുറച്ച് പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൈകട്ടെ എഴുതി നിന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഒരക്കണീൻ്റെ അടിയിലാണ് നമ്മളെ കോളിംഗ് ബെല്ല് ബെല്ലടിച്ച് ഇട്ടിട്ടോ. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ്, നമ്മളെ പഞ്ചായത്തിൽ നിന്ന് വരുമല്ലോ കവറും ഇതൊക്കെ കൊണ്ടുപോകാൻ, ഓലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പണികൾ എന്താ പറയുക തിണ്ടാളും കാര്യങ്ങളൊക്കെ തുടച്ച് ആകെ അടിച്ച് തുടച്ചതൊക്കെ പിന്നെ നമ്മളെ പുറത്തത്തെ പണി കഴിഞ്ഞിട്ടാണ്. കാരണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നാൽ പുറത്ത് വെയിലാവും, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റൂല. ഈ ഒരു സമയത്തൊന്നും നമ്മൾ ആ ഒരു ബാക്ക് ഭാഗത്ത് വല്ലാതെ വെയിലുണ്ടാവില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വരും. പിന്നെ അസർക്ക് എടുക്കാമെന്ന് കരുതൂട്ടോ എന്നും. പക്ഷേ അസറാവുമ്പോൾ എന്നും മഴയേക്കാരും ഇപ്പോൾ, അപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ നീണ്ടു പോകുകയല്ല. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇങ്ങനെ എടുത്തും കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പാർക്കണ പെരയല്ലേ, ചുറ്റോറും വൃത്തിയായില്ലെങ്കിൽ നമുക്ക് നിൽക്കണോടത്തും ഒരു സുഖമല്ല. പിന്നെ പറഞ്ഞാൽ പാമ്പുകളൊക്കെ വന്നു കൂടും, അതൊക്കെ ഒരു പേടിയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലായിടത്തും പാമ്പിനെ കണ്ടു പറയുമ്പോൾ അതും നമുക്കൊരു പേടിയാണല്ലോ. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് വയ്ക്കണ മാതിരിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ ആ പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട്, ഇതൊക്കെ തുടച്ച് വെച്ചിട്ടോ. ഞാൻ ഗ്യാസൊന്നും കഴുകിയിട്ടില്ല, കാരണം നമ്മൾക്ക് കറി വെക്കാനൊക്കെ ഉള്ളതാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മളെ പരിക്ക് ഒരാൾ കയറി വന്നാൽ ചീഞ്ഞിങ്ങനെ കിടക്കണ്ടല്ലോ വെച്ചിട്ട് ഒന്ന് തുടച്ച് വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് എടുക്കുന്ന സമയത്ത് റൈസ് കുക്കർ ഇതേപോലെ ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകി വെക്കുള്ളൂ കേട്ടോ ചെയ്യുക. പിന്നെ ഇടയ്ക്കൊന്ന് സോപ്പിട്ട് കഴുകുന്നു മാത്രം, കാരണം അതിൽ നമ്മൾ അങ്ങനെ അതിലൊന്നും ആകണം പിടിച്ചണമൊന്നും ഇല്ലല്ലോ. കരിയായിട്ട് അത് മോറാനാകലെ നമ്മൾ ദോശയൊക്കെ കൂട്ടി വെക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ചിലപ്പോൾ ഒന്ന് ഇറച്ചിങ്ങാണ്ട് പൊന്തിയാണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആവും. അപ്പോൾ ഞാൻ സോപ്പിട്ട് അങ്ങനെ കഴുകിയും വെക്കും. അപ്പോൾ ഏതായാലും ഞാൻ ചോറ് ഇനി വാർക്കട്ടെ കേട്ടോ. എന്താ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചേതിയാണ്, ചോറ് വെള്ളം കുടിച്ചും കൊണ്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് സമയം നമ്മൾ വാർത്ത് വെക്കണമെന്ന് മാത്രം. പിന്നെ ഞാൻ ഈ പാരൻ്റെ ഉണ്ടല്ലോ അത് പൊട്ടത്തരാണ് കേട്ടോ, പച്ചവെള്ളം വരുന്നത്. അതിന് പകരം നല്ല ചൂടുവെള്ളം പാർന്ന് നിർത്താൽ മതി, എന്നാൽ ഒന്നും കൂടി ഉഷാറായിക്കാരം. ഞാൻ പിന്നെ അതിന് സമയം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പച്ചവെള്ളമാണ് പറന്നുകാണ്ട് ആ മേലോടെ അങ്ങോട്ട് ഊറ്റി കളഞ്ഞിട്ടോ കുറച്ച് വെള്ളം. എന്നിട്ട് നമുക്ക് ബാക്കിയില്ലത് അങ്ങോട്ട് വാർത്ത് വെക്കാം. ഈ ഒരു കുടുക്കക്ക് ചിലപ്പോൾ ഒരു ആച്ചിരി കേട്ടോ, ചിലപ്പം വേഗം അങ്ങനെ നിൽക്കും, ചിലപ്പം കാണാം അതിൻ്റെ അടപ്പ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ പോരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു നമ്മളെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചെടുക്കല കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ സെറ്റായിട്ട് നിൽക്കും. ഇനി ഒരു 10-15 മിനിറ്റോളം അങ്ങനെ നിന്നാൽ അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പൊയ്ക്കോളും. ഞാനൊരു 15-20 അരമണിക്കൂറും ചിലപ്പോൾ ചോറ് തിന്നണ വരെയും പൊക്കൂട്ടാ വെക്കൽ. അപ്പോൾ ചോറൊക്കെ വാർത്തച്ചപ്പച്ച് തോന്നി നമ്മളെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിടാം, മേശയൊക്കെ ഒന്ന് തുടച്ചിടാം, പിന്നെ അകടിച്ചേരി തുറക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ തുണിയാൾ ഉണങ്ങിയതും മടക്കി വെക്കാനൊക്കെ നോക്കിയിട്ട് അപ്പോൾ മോൾട്ടിൻ്റെ ഒക്കെ കബോർഡൊക്കെ നോക്കുമ്പോൾ നിറച്ച് ശരിയാക്കാതെ വെക്കാനൊക്കെ പറ്റൂല. അപ്പോൾ എന്നോട് വെച്ച് പോന്നു. ഇനി അത് പുറത്തുനിന്ന് കജ്ജട്ടെ, ഇനി ഒക്കെ എടുക്കാൻ എന്നാൽ വെയിലറച്ചിട്ടാണ് ചെല്ലൂല്ല.
അപ്പോൾ അകത്തുകൂടി കുറച്ചൊക്കെ ഒന്ന് മിനിക്കാണ് ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങിയേക്കുണ്ടോ. അപ്പോൾ ഈ ഒരു സൈഡാട്ടോ ഞാൻ രാവിലെ ഒന്ന് ചെത്തിക്കോരിയത്. ഇവിടെയൊക്കെ നിറച്ച് പുല്ലേനു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡൊക്കെ നിറച്ച് പുല്ലാണ്. അവിടെയൊക്കെ കുറേ കല്ലും മെറ്റലും മണലൊക്കെ ഉണ്ട് കേട്ടോ. ആ വെള്ള കാണുന്നത് ഞാൻ അവിടെ വാഷ് ബേസിന് കഴുകിയ സോപ്പിൻ്റെ പുതളയാണ് കേട്ടോ. അവിടേക്കാണ് അത് വന്ന് ചാടുന്നത്. അതിന് ഞാൻ കുഴി കുത്തിച്ചാനൊക്കെ വേണ്ടി നോക്കിയിരുന്നു, പക്ഷേ അവിടേക്ക് തറയൂല കേട്ടോ. ഭയങ്കര ഉറപ്പില്ല സ്ഥലമാണ്. അങ്ങോട്ട് അടിയിലേക്ക് അങ്ങോട്ട് കുഴി കുത്താൻ പറ്റായിട്ടാണ് അങ്ങനെ ഇട്ടത്. പിന്നെ ഇനി നമുക്ക് പൈപ്പ് ഇങ്ങോട്ട് താഴേക്ക് നീട്ടിയിടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് പൂട്ടിയിട്ടീന് കേട്ടോ. അവിടുത്തെ പൈപ്പ് ഇങ്ങനെ വെള്ളം എടുക്കുക വന്ന് ചാടിയിട്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം വജ്ജാതായാൽ പിന്നെയും ഒരാൾക്ക് മറുപടി അടുത്താക്ക് വജ്ജാതാകുകയാണല്ലോ. സത്യം പറഞ്ഞാൽ ഈ പെരൻ്റെ ചുറ്റോറവും പെരൻ്റെ ഒക്കെ വൃത്തിയാക്കണമൊക്കെ ഭയങ്കര പേടിയായിരിക്കണം ഇപ്പോൾ. കാരണം ഞാൻ പെരയൊക്കെ നന്നാക്കട്ടെ ഇത് വൃത്തിയാക്കിയോ പിന്നെ അവിടെ നിൽക്കാൻ കൂടൂല. പിന്നെ ആ പോകണമെങ്കിലും ആസ്പത്രിക്ക് പിന്നെ വരുമ്പോഴത്തേന് ആകെ കാടും ഇതും മൂടി ആകെ അങ്ങോട്ട് ഇതായിട്ടുണ്ടാവും. പിന്നെയും വന്നു കണ്ട് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു നിൽക്കപ്പുറത്തി ഉണ്ടാവില്ല. പിന്നെ ഞാൻ അത് നന്നാക്കും. പിന്നെ ഇതന്നെ അവസ്ഥ. എന്നിട്ട് ഇപ്പോഴും ഞാൻ കരുതി കേട്ടോ ഞാനിവിടെ ശരിയാക്കണില്ല അവിടെ കിടക്കട്ടെ എഴുതിനു. ഇപ്പോഴും വെച്ചത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഗതിയാണ് കേട്ടോ. ഒരു പുറത്തുനിന്നൊരു മനുഷ്യൻ വന്നാൽ കരുതുക ഇവള് എത്താ ഈ പെരയും കൂടി ഈ കുളത്തിലിട്ടിക്കുന്നല്ല വിചാരിച്ചാൽ ഒന്ന് വൃത്തിയാക്കി കൂടെ എന്നൊക്കെ ആ കരുതി പിന്നെയും ഞാൻ വൃത്തിയാക്കും കേട്ടോ. മാത്രമല്ല അവിടെ ഇങ്ങനെ വൃത്തിയേടായി കിടന്ന പാമ്പും ഇതൊക്കെ വരും ചെയ്യും. അപ്പോൾ ഈ ഒരു സൈഡ് ഇനി ഇവിടെ ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ വലിച്ചെറിയാൻ പറ്റൂല, നമുക്ക് വാണേനെന്ന് പറഞ്ഞ മാതിരി കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഇതൊക്കെ. ബക്കറ്റ് നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്ക് ഈ പെയിൻ്റ് അടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മണലെടുക്കാൻ അങ്ങനത്തേനൊക്കെ വേണ്ടി കുറച്ച് ബക്കറ്റും ബേസിനൊക്കെ ഇട്ടത്. പിന്നെ ഞാൻ ചൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കുറച്ച് വെക്കുന്നുണ്ട്. അപ്പം മണൽ കൂട്ടിയിട്ടിരിക്കണം. അതിൻ്റെ മേലെ ഒരു സീറ്റുണ്ട്. അതിൻ്റെ മേലെയാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കട്ടെ. പിന്നെ കീസും ഇതൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. പിന്നെ ജിനുവിനും മോൾട്ടിക്ക് ഒരു പഠിപ്പുണ്ട് കേട്ടോ. ഒരു മുട്ടയൊക്കെ പൊരിച്ചു എന്നിട്ട് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടി തോല് പുറത്തേക്കൊന്നും ഇടുങ്ങിട്ട് എന്നിട്ടൊക്കെ ആ മണലിൻ്റെ ആ ഒരു ദിമ്മക്കൂടിയൊക്കെ തപ്പി തടഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വലിച്ചിടട്ടെ. കാരണം അതിലൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി കിടന്നാലേ കൊതുക് മുട്ട ഇട്ടുങ്ങാണ്ട് പെരുകും. അപ്പോൾ അതൊക്കെ ചവിട്ടിപ്പൊട്ടിച്ച് കണ്ട് ഇടട്ടെ. ഇപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് അടുപ്പൊന്നും കത്തിച്ചില്ല കേട്ടോ. നമ്മളെ വിറകടുപ്പ് അതിനെന്ത് കാരണം എന്ന് വെച്ചാൽ വിറകൊക്കെ നനഞ്ഞ് കിടക്കണം. അതിൻ്റെ മേലെ ചെറിയൊരു സീറ്റ് ഉണ്ട് എന്ന് കാര്യമില്ല. മഴ ഇതിനൊക്കെ നിറച്ച് ഓട്ടയാണ് ആകെ ഇറങ്ങി ആകെ നനഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ മഴ കുറേ കാലമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്ന് പോകുമ്പോൾ നമുക്ക് ആക്കെ എടുത്താണ് കത്തിച്ചണം. ഒക്കെ ചെതലുടിച്ച് അങ്ങ് എത്തിയിരിക്കണം. പിന്നെ ഈ ഒരു സീറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അത് നമ്മളെ പെരപ്പണിൻ്റെ ആ ഒരു സമയത്ത് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ഒരു ടാങ്ക് ഉണ്ടാക്കിയെന്നല്ല മുന്നിൽ അതിന് വേണ്ടിയിട്ട് വാങ്ങിയൊരു സീറ്റിന് വലിയൊരലാക്കിൻ്റെ സീറ്റാട്ടത്. നല്ല താർപ്പായാണ്. പക്ഷെ നിറയെ ഓട്ടം ഇട്ടപ്പം മണലും ഇതൊക്കെ ഇട്ട് അവിടെ ഇവിടെയും കടന്നിട്ടേ. അപ്പം ഞാനിതിവിടെ കിടക്കണത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാനതൊന്ന് നിർത്തി നോക്കട്ടോ. അപ്പോൾ ഇത് നല്ല നീളവും വീതിയാണ്. ഇച്ചുകൊണ്ട് ഒതുങ്ങണില്ല കേട്ടോ. അപ്പം ഇനി നമുക്കിത് എവിടെയെങ്കിലൊക്കെ കെട്ടുക പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് ചളിയാണ്. ഒന്ന് കേക്ക് കിട്ടിയാൽ ഉസാറാണ്. അപ്പം അങ്ങനെ കരുതി ഞായറാഴ്ച അക്കീക്കാക്ക് ലീവ് ഉണ്ടാകുമ്പോൾ പോയി കൊണ്ടുപോയി കേക്കി കൊണ്ടുവരണമെന്നൊക്കെ. കാരണം നമ്മളിത് ഓസ് പിടിച്ചതാക്കി നമ്മളൊരു സൈഡ് വെക്കുമ്പോഴത്തേന് അപ്പുറത്തെ സൈഡൊക്കെ ചളിയാവും അങ്ങനെ കേൾക്കാരം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത് ഒരു 2 കണ്ടാക്കിയാണ് നമ്മൾ അടുക്കളൻ്റെ 2 സൈഡിലും ഇങ്ങനെ കെട്ടി കൊടുക്കാൻ പറ്റുമോ. എന്നാൽ അതിൻ്റെ ആകെ സാരിയും കുറേ പച്ചവിരിയും കുറേ നീലതാർപ്പായും ഒക്കെ ഇട്ട് ഇങ്ങനെ വൃത്തിയേടായി കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒറ്റ സീറ്റാകുമ്പോൾ അതൊരു വൃത്തിയാണല്ലോ. അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഇനി. ഏതായാലും ഞാൻ വയ്ക്കണ മാതിരിയൊക്കെ ആ സീറ്റൊന്ന് നിർത്തിയാണ്ട് അവിടെ ഇട്ടിക്കും കേട്ടോ. ഇനി മഴയൊക്കെ പെജ്ജാണെങ്കിൽ കുറച്ചൊക്കെ മണ്ണ് പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എഴുതിയിട്ട് നമുക്ക് ഇവിടെയൊക്കെ നടിച്ചു വരാം. ഈ പെട്ടിയിൽ കുറേ ആണിയും കുന്തവും അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ കേട്ടോ. കുറേ തുരുമ്പും പിടിച്ചിരിക്കുന്ന മഴയും വെയിലൊക്കെ കൊണ്ട് എന്നാലും ആവശ്യം ഉണ്ടാവില്ല. ചില നേരത്തെ ചില സാധനങ്ങൾക്ക് നമുക്കൊരു ആവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനത്തെ എല്ലാം കൈക്കിട്ടിട്ടോ. പിന്നെ 2 പെയിൻറ്റും ഉണ്ട്. നമ്മൾ അടുപ്പുമ്പോൾ വീതനം അടിച്ചാൽ കൊടുക്കുന്ന കറുപ്പും ചുവപ്പും അതിലുണ്ട് കുറച്ച് കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചു. ബാക്കി പിന്നെ ഇവിടെ ഈ ഒരു തുണ്ട് നമ്മൾ ആദ്യം വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയ ആ ഒരു തുണ്ടേനും. പിന്നെ അത് പൊളിച്ചിട്ടില്ല. നമുക്ക് ചൂലോ മുറോ ബക്കറ്റൊക്കെ വെക്കാലോ എഴുതിയാണ്ട് നിലത്ത് വെച്ചാൽ മഴ ഇങ്ങനെ തെറിച്ചാണ്ട് ആകെ ചളിയേക്കാരല്ലോ. അപ്പോൾ ഏതായാലും ഒരുവിധം ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സാരി ഞാൻ വൃത്തിക്ക് കെട്ടീനും. പക്ഷേ മോൾട്ട് ചെയ്യുമ്പോൾ തൂങ്ങിക്കാണ്ട് അത് ആകെ ഇങ്ങോട്ട് കൊയിച്ചടിച്ചിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് കഴിച്ച് വെക്കാം. അവിടെ ഒക്കെപ്പാട് വൃത്തിയേടാണ്. പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ജാതി ഒരു കോലാണ്. അക്കീക്ക് പറഞ്ഞാൽ നമുക്കിവിടെ ഷീറ്റ് കൊണ്ട് ഇങ്ങനെ മറച്ചിങ്ങാണ്ട് ശരിയാക്കി എടുക്കുക തൽക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും മതി നമുക്ക് ആസ്പെറ്റാസ് കൊണ്ട് ഇങ്ങനെ സൈഡിൽ കൂടിയൊക്കെ മറക്കുകയാണെങ്കിൽ അധികം വെയിലും പൂച്ചിയും ഇതൊന്നും കയറാതെ നമുക്ക് വെച്ചുണ്ടാക്കാനൊക്കെ ഒരു സുഖമായിരുന്നില്ലേ. മറ്റേത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുനടക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ആ മേലെ താർപ്പായി ഇട്ടിയ എന്താ വെച്ചാൽ രാവിലെയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യനുണ്ട് ഉദിച്ചിട്ട് നമ്മളെ മുഖത്തേക്ക് തന്നെ ആക്കാറ് കേട്ടോ വെയിൽ ഇവിടെ നിന്ന് വെച്ചുണ്ടാക്കുമ്പോഴൊക്കെ. അപ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അതാണ് ആ ഒരു ചെറിയ താർപ്പായി അവിടെ ഇങ്ങനെ എന്താ പറയുക തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ സാരി ഞാൻ അവിടെ നിന്ന് കഴിച്ചെടുത്തു കേട്ടോ. ഇനി അത് തിരുമ്പിയാണ് എടുത്തേക്കണം.
അപ്പോൾ ഞാൻ കുറേ നേരമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ചോറ് അവിടെ വാർത്തച്ചിങ്ങനെ കൂട്ടാൻ വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ 2 മത്തൻ്റെ ഇല എടുക്കട്ടെ എഴുതിയാണ് ഇറങ്ങിയതാട്ടോ. ഇവിടെ ഈ കാടൊക്കെ വെട്ടാൻ കിടക്കുകയാണ് കേട്ടോ. ഇഞ്ചി അരക്കറ്റുണ്ട് കാടൊക്കെ, ചിലയിടത്തും ചരൻ്റെയും മേലെ പൊയ്ക്കണം കേട്ടോ, അത്ര ഉയരത്തിൽ കാടുണ്ട്. അപ്പം ഞാനൊക്കെ വെട്ടണം. മത്തൻ്റെ ഇല ഉണ്ട് ഇതിൽ കൂടെ. അപ്പോൾ നമ്മൾ ആ കാട് വെട്ടണമെങ്കിൽ ശരിക്കും കാണും ചെയ്യും. ഞാൻ ഇലക്ക് വേണ്ടിയിട്ട് മത്തൻ്റെ ഇല മത്തം കുഴിച്ചിടണം കരുതിയിട്ട് മത്തം കുരു, പക്ഷേ പിന്നെയാണ് അത് പടവും മുളച്ച് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഇച്ചാണെങ്കിൽ മത്തന് ആവശ്യമില്ല, മത്തൻ്റെ ഇലയാണ് വേണ്ടിയത്. ഇലക്കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് കുറച്ച് ഇലയൊക്കെ നോക്കിങ്ങാണ്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് മത്തൻ്റെ ഇല കറിയാക്കാം. അപ്പം ഇനി നമുക്ക് മത്തൻ്റെ ഇല വെള്ളത്തിലിട്ടേക്കാം കേട്ടോ, ഒന്ന് പൊതിർന്നോട്ടെ. ചളിയൊന്നും ഇല്ല കേട്ടോ, കാരണം നിറയെ പുല്ലായതുകൊണ്ട് മഴ പെയ്താലും ചളിയൊന്നും തെറിച്ചില്ല. എന്നാലും വല്ല ജന്തുക്കളൊക്കെ ഇരുന്നിക്കണമെങ്കിലൊക്കെ. പിന്നെ നല്ലോണം പുഴുണ്ട്, ഇപ്പോൾ തൊപ്പപ്പുഴു, നല്ലോണം നോക്കണം അത് ഉണ്ടോയെന്നുള്ളത്. പക്ഷെ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തതുകൊണ്ട് അതിന്മേൽ കണ്ടിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് അരിഞ്ഞങ്ങാണ്ട് അപ്പോഴത്തേന് തീക്കൽ ചെറിയ ഉള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ മീൻ ഇന്നലെ കൊടുന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണമായിരുന്നില്ല, അതുണ്ട്. അപ്പോൾ അതൊന്ന് നേരാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഉള്ളി ഇതൊക്കെ തൊലിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മത്തൻ്റെ ഇല കേക്ക് എടുത്തുങ്ങാണ്ട് അരിയാണ് കേട്ടോ. നമ്മളെ കുടിയിലൊക്കെ ഇത് ഇങ്ങനെ അരിയില്ല കേട്ടോ, കത്തി കൊണ്ട് നുള്ളലേനും. കുഴപ്പമത്തെ കുടിയിലൊക്കെ അമ്മ ഇങ്ങനെ നുള്ളിയെടുക്കുക ചെയ്യുക. അതിൻ്റെ ആ തണ്ടൊന്നും ഉണ്ടാവില്ല, ഇല മാത്രം. പക്ഷെ അതാണ് കേട്ടോ ടേസ്റ്റ് ശരിക്ക്. കാരണം കത്തി തട്ടിയാൽ തന്നെ രസം ഉണ്ടാവില്ല. നമ്മൾ ഈ പയറൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ കണ്ടിട്ടില്ല, കത്തി കൊണ്ട് അരിഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ. നേരെ മറിച്ച് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അതിനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ അതിൻ്റെ കഥ കിട്ടും. നമ്മൾ നുള്ളി എടുക്കുകയാണെങ്കിൽ അതിനാണ് ടേസ്റ്റ്. പിന്നെ ആ തണ്ടൊന്നും ഉണ്ടാവില്ല, ഇല മാത്രമാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ എന്തിനാ ഇങ്ങനെ കാട്ടണമെന്ന് വെച്ചാൽ എളുപ്പപ്പണി എടുക്കുക. അത് ഞാൻ ഇവിടെ തറവാട്ടിൽ വന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. ഓലിയാണ് അങ്ങനെ അരിയുന്നത് കേട്ടോ. ഓല് നുള്ളിരിക്കുന്നല്ല, ഓലിങ്ങനെ അരിയുക ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാനും അങ്ങനെ തന്നെ ചിലയിക്കുന്നത്. അധികവും ഞാൻ അരിയേക്കാറ്. എപ്പോഴേലൊക്കെ നേരം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നുള്ളി എടുക്കും. പക്ഷെ അതാണ് ചാറൊക്കെ വെച്ചാൽ രസം കിട്ടൽ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അകത്ത് കയറിയ ഒരു സമയം ഏകദേശം 11 മണിയൊക്കെ കഴിക്കണം കേട്ടോ. ഇനി അടിച്ചോരി തുടച്ച് ഈ ഒരു കറി മീൻ പൊരിച്ചൊക്കെ ചെയ്തിട്ട് അടിച്ചോരി തുടച്ചിങ്ങാണ്ട് കുളിയും കഴിഞ്ഞ് കയറണം. അപ്പോൾ മത്തൻ്റെ ഇല ഞാനവിടെ തീ വെച്ചിട്ടോ. പിന്നെ നമ്മളെ മീൻ നല്ലോണം കേക്ക് എടുത്തേക്കണ്. അതിക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട്. പിന്നെ ഞാൻ മസാല ഇടുന്നില്ല കേട്ടോ, അരവ് ഉച്ചക്ക് ഇടുന്നില്ല. ഇനി വൈകുന്നേരത്തിന് നമുക്ക് വേണമെങ്കിൽ തോലൊക്കെ കളഞ്ഞാണ്ട് അങ്ങനെ അരച്ചിങ്ങാണ്ട് ചേർക്കാം. ഉച്ചക്കൊക്കെ എളുപ്പപ്പണിയാണ്. പിന്നെ ഇവർക്ക് അങ്ങനെ അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, മസാലയൊന്നും. കാരണം ഓരോ കുടിയിലൊന്നും അങ്ങനെ മസാല ഇടില്ല. അധികം ഈ മുളകും മഞ്ഞളും അങ്ങനെ ഇട്ടുകൊണ്ട് തന്നെയാണ് പൊരിച്ചൽ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മണി കുഴപ്പമുത്തമ്മക്കാണെങ്കിൽ മസാല അല്ലാതെ പറ്റിയ തന്നെയല്ല. ഓരോരോ സ്ഥലത്ത് ഓരോരോ പെരിയിൽ ഓരോരോ കോലത്തിലേക്കല്ലേ ഉണ്ടാക്കുക. ഇച്ച് ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന മാതിരി അവിടെ പോയി ഉണ്ടാക്കിയവർക്ക് പറ്റൂല, അവിടുത്തെ ഇവിടെ ഉണ്ടാക്കിയവർക്ക് പറ്റൂല പറഞ്ഞ മാതിരിയാണ്. അപ്പം ഇനി മീൻ പൊരിച്ചാൽ പിന്നെ നമ്മളെ ചാറും ഇവിടെ ഒരു തലക്കാകുന്നുണ്ടല്ലോ. ധൂണി കഴിഞ്ഞിട്ട് അകടിച്ചു വരിക, തുടക്കുക, കുളിച്ചുക, ഇത്രയാണ് പണി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ജിനു ഇവിടെ നീച്ചാൽ നിൽക്കുന്നുണ്ട്. ജിനു പറ്റിയിരിക്കണ് പനി ഇതൊക്കെ ആയിട്ട്. സ്കൂളിൽ പോയിട്ട് പോകാൻ ഒരു ആഴ്ചയും കൂടിയും കഴിഞ്ഞിട്ട് വേണം പറഞ്ഞേക്കാനൊക്കെ. അപ്പോൾ ഇന്നും മീൻ വെച്ചിട്ടുണ്ട്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ മീനായിട്ടേ. ഓള് തിന്നാലൊന്നുമില്ല കേട്ടോ, ഓൾക്ക് ഇഷ്ടമല്ല, ഓൾക്ക് ഇത് മണക്കണത് കീറിയാണ്, അതാണ് അവൾ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വിശേഷം. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ.